ആർസിമിൽ ഏത് പ്രൊഡക്റ്റ് എടുത്താലും മിനിമം 20% ഡിസ്കൗണ്ട് കൊടുക്കും. മിനിമം 20% ഡിസ്കൗണ്ടാണ്. നിങ്ങൾ നോക്കൂ, ഓൾറൗണ്ടർ പേസ്റ്റ് MRP 70 രൂപ. ആർസിമിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരാൾക്ക് കിട്ടുന്നത് 53 രൂപയ്ക്ക്. 20% കൂടുതൽ ഡിസ്കൗണ്ട് അല്ലേ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്? ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തോ മോർ ദാൻ 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം മേടിക്കണോ, ആർസിമിൽ നിന്ന് സാധനം മേടിക്കണം. 2, ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്, പുതിയ ആൾക്കാരോട് പ്രത്യേകിച്ച്, നിങ്ങൾ എത്ര വർഷമായിട്ട് ഇന്ന കടയിൽ നിന്ന് സാധനം മേടിക്കുന്നു? 20 വർഷമായിട്ട് ഒരേ കടയിൽ നിന്ന് സാധനം മേടിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. എന്റെ ചോദ്യം, 20 വർഷം ഒരേ കടയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് ആ ഷോപ്പിന്റെ ഓണർ നിങ്ങൾക്ക് എന്തു തന്നു? ഒന്നും തന്നില്ലേ? ഇല്ലെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾ ആർസിമിലോട്ട് പോരെ. കാരണം എല്ലാ 6 മാസം കൂടുമ്പോഴും ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ഫ്രീ പ്രൊഡക്റ്റ്. എത്ര ആൾക്കാരാ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത്, ആ പ്രൊഡക്റ്റിന്റെ മുമ്പിൽ ഇരുന്ന് ഫോട്ടോ എടുത്തിട്ട് അയക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 6 മാസം 1500 TV വെച്ച് മേടിച്ചു, ഞങ്ങൾക്ക് 1500 രൂപയുടെ സാധനങ്ങൾ ഫ്രീ കിട്ടി, 2500 രൂപയുടെ സാധനങ്ങൾ ഫ്രീ കിട്ടി, 5000 രൂപയുടെ സാധനങ്ങൾ ഫ്രീ കിട്ടി, നോട്ടി ചാർജിന്റെ വേറെ ഫ്രീ കിട്ടുന്നു, ഗാമോറേസന്റെ വേറെ ഫ്രീ കിട്ടുന്നു, കീസോളിന്റെ വേറെ ഫ്രീ കിട്ടുന്നു. നിങ്ങൾ ഏത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന്, ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്, ഏത് മെഗാ മാർട്ടിൽ നിന്ന് മേടിച്ചാലും നിങ്ങൾക്ക് കിട്ടുക? അതിവിടെ കിട്ടുള്ളൂ, ആർസിമില്. നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ, നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കൂ, എന്നിട്ട് പറഞ്ഞു കൊടുക്കൂ ശരിയാണോ ഇല്ലയോ എന്ന്. 3-ാമത്തെ ചോദ്യം, നമ്മൾ മേടിക്കുന്ന സൂപ്പർ മാർക്കറ്റ് AC ആണ്, ഭയങ്കര സർവീസാണ്, കാര്യങ്ങളൊക്കെയാണ്, എല്ലാം കൊണ്ടും അടിപൊളി. ആ കടയിലോട്ട് നിങ്ങൾ ഒരാളെ പറഞ്ഞു വിടുക, അതെ ആ കടയിൽ ഇപ്പൊ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നു. ആ കടക്കാരൻ നിങ്ങൾക്ക് എന്ത് തരും? നിങ്ങൾ കഴിഞ്ഞ് 2, 3, 5, 10, 15, 20, 25, 30, 40 വർഷമായിട്ട് ഒരേ കടയിൽ നിന്ന് സാധനം മേടിച്ചു, അല്ലെങ്കിൽ പല കടകൾ മാറി മേടിച്ചു. ആ കടകളിലോട്ട് നിങ്ങൾ പല ആൾക്കാരും പറഞ്ഞു വിട്ടു. നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒന്നും കിട്ടുന്നില്ലേ? നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ആർസിമിലോട്ട് വന്നിട്ട് ആർസിമിന്റെ ഷോപ്പുകൾ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇവിടെ ടീം ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. എന്റെ ലൈഫ് ജേർണി കാണിക്കാം. 2016 ജൂലൈ മാസം 27-ാം തീയതി ഏകദേശം 4-4:30 മണിക്കാണ് ഞാൻ ആർസിമിൽ ജോയിൻ ചെയ്യുന്നത്. 8 വർഷവും 2 മാസമായി ആർസിമിൽ വന്നിട്ട്. എന്റെ ആദ്യത്തെ വരുമാനം ആർസിമിലൂടെ 736 രൂപ അന്ന് ഞാൻ തന്നെയായിരുന്നു ആർസിമിൽ ഉണ്ടായിരുന്നത്. 736 രൂപ. ഇന്ന് 7700-ൽ പരം ആൾക്കാർ എന്റെ ടീമിലുണ്ട്. ഞാൻ മേടിച്ച ഹയസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് 1,71,714 രൂപ. ഇത് വെറുതെ പറയുന്നതല്ല, എനിക്ക് വന്ന എമൗണ്ട് ആണ് പറയുന്നത്. ഹലോ, GRC മനസ്സിലാക്കണം. അപ്പോ ഞാനും സൂപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും കയറി ഇറങ്ങി സാധനം മേടിച്ചോണ്ടിരുന്ന ആള് അവിടെ നിന്ന് മാറ്റി എന്ത് ചെയ്തു? ആർസിമിലുള്ള പ്രോഡക്റ്റ് ഒക്കെ, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ആർസിമിൽ നിന്ന് മേടിക്കാൻ തുടങ്ങി. ആർസിമിൽ ഇല്ലാത്തത് മാത്രം പുറത്തുനിന്ന് മേടിക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചത്? ഞാൻ ചെയ്തു, ഇത് മറ്റുള്ളവരോട് പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് ഈ എമൗണ്ട് കിട്ടിയെന്നല്ല പറഞ്ഞത്, 8 വർഷവും 2 മാസവും കൊണ്ട് വന്ന എമൗണ്ടാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ഓടി നടന്ന് ആർസിഎം ചെയ്യുന്നത്? കാരണം ഞാൻ എനിക്ക് ഒറ്റ പരിപാടിയുള്ളൂ, ആരെ കണ്ടാലും ആർസിഎം പറയുക, ആർസിഎം ആർസിഎം ആർസിഎം. കാരണം എന്താ? ആരും എനിക്ക് പൈസ തരാറില്ല. എന്നോട് പലരും ചോദിക്കും എന്തുകൊണ്ട് ആ ബ്രാൻഡ് ഉപയോഗിക്കാത്ത? അവരാരും എനിക്കൊന്നും തരില്ല. ആർസിഎമ്മിന്റെ കയ്യിൽ കൊടുത്താൽ, ആർസിഎമ്മിന്റെ എന്താ പറയുക വെള്ളം കൊണ്ടു കൊടുത്താൽ, ആർസിഎമ്മിന്റെ ഷർട്ട് ഇട്ടാൽ, ആർസിഎമ്മിന്റെ അണ്ടർഗാർമെന്റ്സ് ഇട്ടാൽ, ആർസിഎമ്മിന്റെ സോക്സ് ഇട്ടാൽ, ആർസിഎമ്മിന്റെ കർച്ചീഫ് ഉപയോഗിച്ചാൽ, ആർസിഎമ്മിന്റെ ഫാൻ ഇടുമ്പോ, ആർസിഎമ്മിന്റെ പെയിന്റ് അടിക്കുമ്പോ, ആർസിഎമ്മിന്റെ ഭക്ഷണം കഴിക്കുമ്പോ, ആർസിഎമ്മിന്റെ ന്യൂട്രീഷൻ കഴിക്കുമ്പോ, ആർസിഎമ്മിന്റെ നമ്മുടെ ഷൂ പോളിഷ് ചെയ്യുമ്പോ ഒക്കെ പൈസ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്ത് പണിക്ക് പോകണം? എന്തിനു മാറി ചിന്തിക്കണം? അതുകൊണ്ടാണ് മാറി ചിന്തിക്കണം എന്ന് പറയുന്നത്. ചേഞ്ചസ്, റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്. ഇത് വെറുതെ പറയുന്നതല്ല, കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് നല്ല വിശ്വാസം വേണം, ഉറച്ച വിശ്വാസം വേണം കമ്പനിയിൽ, നമ്മുടെ ലീഡേഴ്സില്, നമ്മുടെ സിസ്റ്റത്തില്, നമ്മുടെ ഷോപ്പില്, നമ്മുടെ പ്രൊഡക്റ്റില്, നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തവരിൽ നല്ല ഉറച്ച വിശ്വാസം വേണം. പിന്നെന്താ വേണ്ടേ? ദൃഢനിശ്ചയം, ഡിറ്റർമിനേഷൻ. നമ്മൾ മറ്റുള്ളവരെ ഇത് ചെയ്യിപ്പിക്കുന്നതിന് മുൻപ് സ്വയം നമുക്കിത് ബോധ്യപ്പെടണം.
അതുകൊണ്ടാ പറയാം 3 മുതൽ 5 വർഷം വരെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ RCMൽ നിലനിൽക്കൂ എന്ന് പറയുന്നു. അങ്ങനെ നിലനിന്നവർക്കൊക്കെ എന്താ സംഭവിച്ചേക്കുന്നത്? അവരൊക്കെ വിജയിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് നല്ലത് കിട്ടിയെങ്കിൽ കിട്ടിയതിനെ കുറിച്ച് നമ്മൾ വാതോരാതെ മറ്റുള്ളവരോട് സംസാരിക്കാനും കൂടെ ശീലിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങളെ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല. നമ്മുടെ മൈൻഡ് സെറ്റ് യുവർ മൈൻഡ് എന്നാണ് പറയുക. സെറ്റ് യുവർ മൈൻഡ്. ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. ഞാൻ സന്തോഷത്തോടെ ഇരിക്കണം ദുഃഖത്തോടെ ഇരിക്കുന്നത് ആരെ തീരുമാനിക്കണ്ടേ? നാട്ടുകാരാണോ ഞാനാണോ തീരുമാനിക്കണ്ടേ? ഹലോ, നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടോ ഒരു കുഴപ്പമില്ല, പുറത്തിറങ്ങിയോ അങ്ങോട്ട് ചിരിച്ചേക്കണം. എന്താ നഷ്ടം? ഒരു നഷ്ടമില്ല. ഒരു പൈസ കൊടുക്കണോ ചിരിക്കുന്നതിന്? ഒരു GST പോലും കൊടുക്കണ്ട അല്ലേ? ഒന്ന് നല്ലപോലെ ഒന്ന് ചിരിച്ചു, നല്ലതുപോലെ ഒന്ന് സംസാരിച്ചു, നല്ലതുപോലെ ഒന്ന് പെരുമാറിക്കൂ. പക്ഷെ അത് ചെയ്യണേ നമ്മുടെ മാനസികാവസ്ഥ കറക്റ്റ് ആയിരിക്കണം അല്ലേ? അത് കറക്റ്റ് ആക്കിയാൽ മതി. നമ്മൾ തന്നെ ചെയ്യണം. ആരും വരില്ല ഇതൊന്നും ചെയ്തു തരാൻ. പോസിറ്റീവ് മെന്റാലിറ്റി, പോസിറ്റീവ് തിങ്കിങ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന് നോക്കൂ. നോക്കൂ, ഞാൻ കണ്ടിട്ടുണ്ടോ ഒത്തിരി വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ, ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മനുഷ്യന്റെ മുഖത്ത് നോക്കാത്ത ആൾക്കാർ, ഒരു നല്ലത് പറഞ്ഞു കൊടുക്കാത്ത ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത്രയും വിദ്യാഭ്യാസം, ഇത്രയും പഠിച്ചിട്ട് എന്താ കാര്യം? ഹലോ, എത്രയോ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വളരെ തുച്ഛമായ സാലറി ജോലി ചെയ്യുന്നു. എന്തൊക്കെ പ്രതീക്ഷയോടുകൂടി പഠിച്ചതാ. പക്ഷെ ഇവിടത്തെ പ്രതീക്ഷയോ, RCMലെ പ്രതീക്ഷ എന്താ? ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ, ഇപ്പൊ സ്റ്റാർ പേളായിട്ട് ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് ഉറപ്പാണ്, ഞാനിപ്പോ കാണുന്ന സ്വപ്നം എന്താണെന്നറിയോ? 2024 നവംബർ 24-ാം തീയതി RCMന്റെ 24-ാമത്തെ ആനിവേഴ്സറിയിൽ 25,000 പേരുടെ മുൻപിൽ ആ സ്റ്റേജിൽ കയറുന്നതാണ് ഞാനിപ്പോ കാണുന്ന സ്വപ്നം. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ കയറിയിരിക്കും. എന്റെ പ്രതീക്ഷയാണ്, എന്റെ വിശ്വാസമാണ്. ആ പോസിറ്റീവ് മെന്റാലിറ്റിയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. എത്ര പേരുണ്ട്? JRC പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. തോറ്റാലും പൊരുതി തോക്കുന്നതിന് ഒരു അഭിമാനമുണ്ട്, അന്തസ്സുണ്ട്. ഹലോ, തോറ്റാലും പൊരുതി തോക്കുന്നതിന് ഒരു അഭിമാനമുണ്ട്, അന്തസ്സുണ്ട്. ശരിയല്ലേ? PT ഉഷ അവരോടി 4-ാം സ്ഥാനത്തെ വന്നുള്ളൂ, പക്ഷെ ഇന്നും നമ്മൾ അവരെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേ? ഹലോ, നമുക്ക് മോട്ടിവേഷൻ തരേണ്ടത് ആരാ? നമുക്ക് പ്രചോദനം തരേണ്ടത് ആരാ? നമ്മളല്ലേ നമുക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ. രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണാടിയുടെ മുമ്പിലോട്ട് നിന്നിട്ട്, നോബിളെ, എടാ ലോകത്തിൽ ഏറ്റവും സുന്ദരം നീയാടാ, നിനക്കേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, നിന്നെ കഴിഞ്ഞ് ഒരാളും ഇല്ല, നീ വളരെ സ്മാർട്ടാണ്, നിനക്കേ ഈ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ, നിനക്ക് RCMലൂടെ വലിയ സക്സസ് ആകാൻ പറ്റും. നിങ്ങൾ ചുമ്മാ അങ്ങ് പറഞ്ഞ് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ പേര് വെച്ച് നിങ്ങൾ ഡെയിലി പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് വീട്ടിലിരിക്കരുത്, പറഞ്ഞിട്ട് അവരുടെ ചുരുണ്ടുകൂടി ഇരിക്കരുത്. അതും പറഞ്ഞിട്ട് ആ പോസിറ്റീവ് മെന്റാലിറ്റിയോടുകൂടി, ആ പ്രതീക്ഷയോടുകൂടി, ആ മാനസികാവസ്ഥയോടുകൂടി, ആ ദൃഢനിശ്ചയത്തോടുകൂടി, ആ വിശ്വാസത്തോടുകൂടി നിങ്ങൾ അങ്ങ് പുറത്തിറങ്ങി നോക്കിക്കേ. നിങ്ങൾ ആൾക്കാരോട് RCM പറഞ്ഞു നോക്കിക്കേ, എന്താ സംഭവിക്കുക? ഹലോ, RCM പതുക്കെ ചെയ്യേണ്ട ബിസിനസ് ഒന്നുമില്ല, വളരെ കൃത്യമായി ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. നമുക്കെല്ലാം ഉള്ള പ്രശ്നമാണ് നാണം, മടി, പേടി. എപ്പോഴും ചോദിക്കും, നാണമില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് കാണണം, എന്നെ നോക്കിക്കോ. ഹലോ, എന്തിനാ മടി? ആരെയാ പേടി? ഇത് മൂന്നും പോട്ടെ, 4-ാമത്തെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം, ഞാനെന്ന ഭാവം. പിൻസാറിനോടൊക്കെ ചോദിച്ചു നോക്ക്. പിൻസാറൊക്കെ പണ്ട്, പിന്നെ ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ, ഞാൻ ഈ മല്ലിയും മുളകും തുണിയും വിൽക്കേ, അന്ന്, ഇന്നല്ല അന്ന്. ഇന്ന് ബിനുസാറിനോട് ചോദിച്ചു നോക്കി, ബിനുസാറ് ഏറ്റവും മുൻപന്തിയിൽ, ഒരു നാണമില്ലാതെ, ഒരു മടിയില്ലാതെ, ഒരു പേടിയില്ലാതെ, ഞാനെന്ന ഭാവമില്ലാതെ മുൻപന്തിയിൽ RCM ചെയ്യാൻ വേണ്ടിയില്ലേ? ഹലോ, നമുക്ക് പിന്നെന്തിനാ ഇത്?
അതാ പറഞ്ഞത്, നമ്മുടെ മുമ്പിൽ വിജയിച്ച ആൾക്കാർ നമ്മുടെ മുമ്പിലുള്ളപ്പോ നമുക്ക് എന്തിനാ വിചാരിക്കുന്നത്? അഞ്ചാമത്തേതാണ് കനകമ്മ മേഡം. ഞാനിത് ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? കനകമ്മ മേഡം അമൃത ഹോസ്പിറ്റലിൽ വലിയ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരുന്നു, ഞാൻ ആർസ്യം ചെയ്യുകയോ ചെയ്താ പിന്നെ ആകാശം ഇടിഞ്ഞു വീഴും. എനിക്ക് ഇത്രയും വിദ്യാഭ്യാസം ഇല്ലേ, ഞാൻ എങ്ങനെ ആർസ്യം ചെയ്യാം? ഞാൻ കോടീശ്വരനല്ലേ, ഞാൻ എങ്ങനെ ആർസ്യം ചെയ്യാം? എന്റെ അപ്പൻ ആനപ്പുറത്തിരുന്നില്ലേ, ഞാൻ എങ്ങനെ ആർസ്യം ചെയ്യാം? ഹലോ, ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റിയാൽ വലിയ വിജയം ഉണ്ടാവും, ഒരു സംശയമില്ല. വലിയ വിജയം തരുന്ന അവസരം നിങ്ങൾ മനസ്സിലാക്കണം. സെപ്റ്റംബർ 30, ഇനി 9 ദിവസമേ ഉള്ളൂ. ഇന്ന് 21-ാം തീയതി അല്ലേ? 30-ാം തീയതി വരെ, ഇന്നത്തെ ദിവസം വിട്ട് 22, 23, 24, 25, 26, 27, 28, 29, 30, 9 ദിവസം. ഇത് വേറൊരു രീതിയിലും പറയാം. ഇനി 9 ദിവസമുണ്ട്, അതായത് 216 മണിക്കൂർ ഇനി എന്റെ മുൻപിലുണ്ട്. അത്ഭുതം സംഭവിക്കാൻ ഒരു നിമിഷം മതിയെങ്കിൽ ഇനി 216 ലോങ് അവേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഇപ്പൊ തീരുമാനിക്കണം, ഉറച്ച തീരുമാനം എടുക്കണം. തീരുമാനം അയൽവക്കക്കാർക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ കൊടുക്കരുത്. നിങ്ങൾ തീരുമാനമെടുത്താൽ അത് പ്രാവർത്തികമാക്കേണ്ട ചുമതലയും നിങ്ങൾക്ക് തന്നെയാണ്. ഫോക്കസ് എന്തൊക്കെയാ? സെലിബ്രേഷൻ പ്രോഗ്രാം, ULP പ്രോഗ്രാം, 24th ആനിവേഴ്സറി പ്രോഗ്രാം പറഞ്ഞുതരാം. അടുത്ത മാസം നടക്കാൻ പോകുന്ന സെലിബ്രേഷൻ പ്രോഗ്രാം കേരളത്തിൽ എത്ര നടത്തും, ഇന്ത്യയിൽ എത്ര നടത്തും സെലിബ്രേഷൻ പ്രോഗ്രാം നടക്കുമെന്നറിയോ? ആ സെലിബ്രേഷൻ പ്രോഗ്രാമിൽ നടക്കുമ്പം ഒരു അച്ചീവർ ആയിട്ട് ആ സ്റ്റേജിൽ കയറി ഒരു മൊമെന്റോ മേടിക്കണോ, ഒരു ട്രോഫി മേടിക്കണോ, അതെയോ താഴെ കാണികളുടെ കൂടെ ഇരുന്ന് മറ്റുള്ളവർ കയറുമ്പോ ഇരുന്ന് കൈയടിക്കണോ, തീരുമാനം നിങ്ങളാ എടുക്കണ്ടേ. എത്ര പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത്? ഓരോ ലീഡേഴ്സും അവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം ഒക്ടോബർ 1-ാം തീയതി മുതൽ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചു. എന്റെ ടീമിൽ ഓൾറെഡി 3 വൈറ്റ് ലെവൽ അച്ചീവേഴ്സ് വന്നു കഴിഞ്ഞു, 2 ബിഗിനറും സ്റ്റാർട്ടറും ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങൾ, നാളെ മുതൽ അങ്ങോട്ട് ഇനി അച്ചീവേഴ്സിന്റെ പെരുമഴയായിരിക്കും വരാൻ വന്നത്, പെരുമഴ. നിങ്ങൾ എന്താ പ്ലാൻ ചെയ്തേക്കുന്നത്? ഒരു ഇന്നേ വരെ കാണാത്തൊരു പ്രോഗ്രാം രാജഗിരി നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു മെഗാ പ്രോഗ്രാം, ഒരു അടിപൊളി പ്രോഗ്രാം ഈ വരുന്ന ഒക്ടോബർ മാസം 27-ാം തീയതി രാജഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കാൻ പോവാ. ഇപ്പൊ ഈ ഫോട്ടോ കാണിച്ചിരിക്കുന്ന ആളെ ഒരു പക്ഷെ നിങ്ങൾക്ക് പരിചയമില്ല. നിങ്ങൾക്ക് ഡയമണ്ട് ഡോക്ടർ സുരേന്ദ്ര ഭട്ട് സാറിനെ നിങ്ങൾ പലരും അറിയും. അദ്ദേഹത്തിന്റെ മകനാ. ഈ സ്റ്റേജിൽ അദ്ദേഹം സംസാരിക്കും, ഈ വിശാൽ ഭട്സ് എന്ന് പറയുന്ന അദ്ദേഹം സംസാരിക്കും. ഇവിടെ ഇരിക്കുന്ന 521 പേരിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നാളെ നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ സ്റ്റേജുകളിൽ കയറി സംസാരിക്കാൻ അവസരം വേണമെന്ന് എത്ര ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒക്ടോബർ 27-ാം തീയതി എറണാകുളത്ത് രാജഗിരിയിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങൾ മാത്രം പങ്കെടുത്താൽ പോരാ, മക്കളെ കൂട്ടി വരണം. മക്കളെ മാത്രം കൂട്ടി വന്നാൽ പോരാ, നിങ്ങളുടെ ടീമിലുള്ളവരെ, നിങ്ങളുടെ അയൽവാസികളെ, നിങ്ങളുടെ ബന്ധുക്കളെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒക്കെ കൂട്ടിയിട്ട് വരണം. ഹലോ, ഒക്ടോബർ 27-ാം തീയതി എറണാകുളത്ത് രാജഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു ULP പ്രോഗ്രാം. എന്താണ് ULP പ്രോഗ്രാം? ഞാൻ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. കമ്പനി നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഒരു പ്രോഗ്രാം തന്നിരിക്കുന്നു, ഫ്രീ ആയിട്ട് അല്ലെ. ഇനിയും 9 ദിവസമുണ്ട്, 216 മണിക്കൂറുണ്ട്. നോക്കൂ എന്തൊക്കെയാണ് ഇത്. ഓൾറെഡി നേരത്തെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് മിനിമം 2000 PVO അതിൽ കൂടുതലോ ചെയ്തവർക്ക് അല്ലേ, അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? 2000 PV ചെയ്തവർക്ക് അവർക്ക് ഈ പ്രോഗ്രാം ഫ്രീ ആണ്. കൂടെ ഒരാൾക്കും കൂടെ ഫ്രീ ആണ്. ഇനി അവര് 3 മാസം കൊണ്ട് 8000 PV ചെയ്തെങ്കിൽ അവർക്ക് ഫ്രീ ആണ്. കൂടെ 2 പേർക്കും കൂടെ ഫ്രീ ആയിട്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഇനി നിങ്ങൾ 10000 PV 3 മാസം കൊണ്ട് ചെയ്തു, എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ഫ്രീ,
പ്ലസ് 3 പേരെ ആ പ്രോഗ്രാമിൽ ഫ്രീ ആയിട്ട് പങ്കെടുപ്പിക്കാം. 1 രൂപ പോലും രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. ഫുഡ് ഉണ്ടാവില്ല കേട്ടോ, ഫുഡിന് പൈസ കൊടുക്കും, പക്ഷെ പ്രോഗ്രാം ഫ്രീ ആണ്. നിങ്ങൾ പുതിയ ആൾക്കാരെ ആ പ്രോഗ്രാമിൽ ഒന്ന് കൊണ്ടുവന്ന് ഇരുത്തു. ഇനി സാറേ ഞാൻ ഓഗസ്റ്റിലാണ് ജോയിൻ ചെയ്തത്. ഓഗസ്റ്റിൽ ജോയിൻ ചെയ്താൽ എന്താ സംഭവിക്കാം? ഓഗസ്റ്റിൽ 2000 PV ചെയ്തു, സെപ്റ്റംബറിൽ 2000 PV ചെയ്തു, ടോട്ടൽ 4000 PV വന്നാൽ നിങ്ങൾക്കും നിങ്ങളോടൊപ്പം ഒരാൾക്കും പങ്കെടുക്കാം. 2 മാസം കൊണ്ട് 6000 PV ആക്കിയാൽ നിങ്ങൾക്കും 2 പേർക്കും കൂടെ പങ്കെടുക്കാം. 2 മാസം കൊണ്ട് 8000 PV ആക്കിയാൽ നിങ്ങൾക്കും 3 പേർക്കും കൂടെ പങ്കെടുക്കാം. വേണോ വേണ്ടയോ നിങ്ങൾ ആലോചിച്ചു. ഇനി അയ്യോ സാറേ ഞാൻ ഈ മാസമാണ് ജോയിൻ ചെയ്തത്. ഡോണ്ട് വറി, നിങ്ങൾ 2000 PV ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആണ്. നിങ്ങൾ മിനിമം 3000 PV ചെയ്താൽ നിങ്ങൾക്ക് ഒരാളെയും കൂടെ കൊണ്ടുവരാം. ULP പ്രോഗ്രാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാനിത് പ്രസന്റേഷനിൽ എഴുതാനായിട്ട് വിട്ടുപോയി. ഒക്ടോബർ 15-ാം തീയതി ഈ പ്രോഗ്രാം ട്രിവാൻഡ്രത്ത് നടക്കും. ഒക്ടോബർ 18-ാം തീയതി ഇതേ പ്രോഗ്രാം കോട്ടയത്ത് നടക്കും. ഒക്ടോബർ 21-ാം തീയതി ഇതേ പ്രോഗ്രാം തൃശ്ശൂർ കേച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കും. ഒക്ടോബർ 24-ാം തീയതി കണ്ണൂർ നടക്കും. കേരളത്തിൽ 4 പ്രോഗ്രാം ഫ്രീ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു ഈ 4 കൊണ്ട് ഒന്നും തികയില്ല. എത്ര ആൾക്കാർ ആർസിങ്ങളുള്ളത്? എന്റെ ടീമിൽ 5000 PV ചെയ്യുന്ന ആൾക്കാർ മാത്രം 100-ൽ കൂടുതൽ ആൾക്കാരുണ്ട്. അവരെല്ലാവരും പങ്കെടുക്കുകയും അവരെല്ലാം മിനിമം 3 പേരെ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ എത്ര പേർക്ക് അവിടെ തന്നെ പങ്കെടുക്കാം? അങ്ങനെയാണെങ്കിൽ ഓരോ ലീഡേഴ്സിന്റെയും ടീമിലുള്ള ആൾക്കാരൊക്കെ പങ്കെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എവിടെ ഏത് ഹോളും പറ്റും. അഡ്ലക്സിൽ നമ്മൾ ഒരു പ്രോഗ്രാം വെച്ചു, ഒരു ULP പ്രോഗ്രാം എനിക്ക് തോന്നുന്നു അഡ്ലക്സ് പോലും തികയാണ്ട് വരും. ഫോക്കസ്, നിങ്ങൾ ഫോക്കസ് ചെയ്യും. അടുത്ത പ്രോഗ്രാം ഞാൻ പറഞ്ഞു 24-ാമത്തെ ആനിവേഴ്സറി പ്രോഗ്രാം, RCMന്റെ ആനിവേഴ്സറി പ്രോഗ്രാം നവംബർ മാസം 24-ാം തീയതി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഡൽഹിയിൽ വെച്ച് നടക്കുമ്പോൾ ആ പ്രോഗ്രാമിൽ സാക്ഷികളാകാൻ നിങ്ങളെങ്കിലും പോണം. ഇത് കഴിഞ്ഞ വർഷം നടന്ന പ്രോഗ്രാമിന്റെ ഒരു ചെറിയ ഫോട്ടോയാണ്. 10000 ആ വേദിയിൽ വന്നപ്പോ കഴിഞ്ഞ വർഷത്തെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്, നമ്മുടെ തുടക്കമിട്ടത് നമ്മുടെ മഹാനായ ദ വൺ ആൻഡ് ഓൺലി നമ്മുടെ സ്വന്തം CRN മൂർത്തി സാറായിരുന്നു. അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്ത ആ പ്രോഗ്രാം ഇത്രയും പതിനങ്ങളെ സാക്ഷി നിർത്തി ആ മൈക്കെടുത്ത JRC പറഞ്ഞ് ഈ പ്രോഗ്രാം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന ആയിരക്കണക്കിന് മലയാളികൾക്കുണ്ടായ കോരിത്തിരിപ്പ് നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ പറ്റും. ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തയാളാണ്. ഇപ്രാവശ്യം ഞാൻ പോകുന്നുണ്ട്. 2024 നവംബർ 24-ന് RCMന്റെ 24-ാമത്തെ ആനിവേഴ്സറി നിങ്ങൾ പങ്കെടുക്കണം. ടിക്കറ്റ് ബുക്ക് ചെയ്യണം. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഡൽഹി ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് പോവുക തന്നെ ചെയ്യും. സ്വപ്നങ്ങൾ നമുക്കുണ്ട്. ഓരോ സ്വപ്നവും ഫോളോഡ് ബൈ ആക്ഷൻ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? അത് സത്യമായിട്ട് മാറുക. RCMൽ 21 സ്റ്റെപ്പ് ഉണ്ട് സക്സസിന്റെ. 1-ാമത്തെ സ്റ്റെപ്പ് ബിഗിനർ, 725 രൂപ വരുമാനം. ബിഗിനർ ആവാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇത് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ലീഡേഴ്സിനെ വിളിക്കുക, ഞാൻ ബിഗിനർ ആവാൻ എന്ത് ചെയ്യണം? ബിഗിനർ ആയവർ എന്ത് ചെയ്യണം? സ്റ്റാർട്ടർ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ലീഡേഴ്സിനെ വിളിച്ച് ചോദിക്കണം, ഞാൻ സ്റ്റാർട്ടർ ആവാൻ എന്ത് ചെയ്യണം? വരുമാനം 1600. ഓപ്പണർ മുതൽ കമ്പനിയുടെ മന്ത്ലി ബോണസും ആനുവൽ ബോണസും കിട്ടും. വിളിച്ചു ചോദിക്കണം, ഈ ഓപ്പണർ എന്ന് പറഞ്ഞ പരിപാടി എന്താണ്? ഇതാവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചോദിക്കണം. എനിക്കും മന്ത്ലി ബോണസ് വേണം, എനിക്കും ആനുവൽ ബോണസ് വേണം, ഞാൻ എന്ത് ചെയ്യണം? ഇപ്പം ഈ പ്രോഗ്രാം കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ വിളിച്ചു ചോദിക്കണം. ഓടം കൊണ്ട് തീർന്നില്ല. അടുത്ത ലെവൽ ഈഗിൾ വന്നാൽ വരുമാനം വീണ്ടും കൂടുന്നു. അവിടുന്ന് മന്ത്ലി ബോണസും ആനുവൽ ബോണസും വീണ്ടും കൂടുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ ബോണസ് എമൗണ്ട് എഴുതിയിട്ടില്ല, ബേസിക് ഇൻകം മാത്രമാണ് ഞാൻ എഴുതി പോകുന്നത്. റണ്ണർ, അടുത്ത ലെവൽ റണ്ണർ 7600 രൂപ വരുമാനം കൂടിക്കൂടി വരുന്നു. ഓരോ ലെവല് വരുന്തോറും വരുമാനം കൂടിക്കൂടി വരുന്നു. വിന്നർ 10000-ലധികം വരുമാനം വരുന്നു. 5 അക്ക വരുമാനത്തിലോട്ട് വിന്നർ ലെവൽ എത്തുന്നു. സ്റ്റാർ വരുന്നു. വരുമാനം വീണ്ടും കൂടി. നോക്കൂ, ഓരോ ലെവല് വരുന്തോറും വരുമാനത്തിൽ വരുന്ന വർധനവ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്?
സ്വപ്നങ്ങളുണ്ട്. അത് നമ്മുടെ ടീമിൽ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനോട് പറഞ്ഞു കഴിയുമ്പം അവര് നമ്മുടെ കൂടെ നിൽക്കും. അവര് നമുക്ക് പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ. ഗിരീഷ് സാറ് പല ക്ലാസ്സിലും പറയാറുണ്ട്, ऊपर वाला से पूछो कैसे कैसे, नीचे वाले को बताओ ऐसे ऐसे, बीच में कमाओ पैसे पैसे. എന്താ വെച്ചാൽ നമ്മുടെ ലീഡേഴ്സിനോട് ചോദിക്കുക, എന്താണ് സാർ ഞാൻ ചെയ്യേണ്ടത്? നമ്മുടെ അസോസിയേഷനോട് പറയുക, ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ. അവരോട് ചോദിച്ചിട്ട് ഇവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്ന മഹത്തരമായ വേറെ ഏത് പ്രസ്ഥാനമാണ് ഈ ലോകത്തിലുള്ളത്? പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കണം. നമ്മൾ ആക്ഷൻ, നമ്മൾ വർക്ക് ചെയ്യണം, നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, നമ്മൾ ലിസ്റ്റ് ഇടണം, നമ്മൾ ആൾക്കാരെ പോയി കാണണം, നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യണം. അല്ലാതെ സക്സസ് ആവില്ല. വെറുതെ വീട്ടിലിരുന്നാൽ സക്സസ് ആവുന്നതല്ല RCM എന്ന് പറയുന്നത്. നമ്മൾ ഫീൽഡ് വർക്കിന് വേണ്ടി പോകുമ്പോൾ നമ്മുടെ അറിവ് കൂടും. കാരണം നമ്മൾ കൂടെ പോകുന്നത് അറിവുള്ളവന്റെ കൂടെ പോകുമ്പോൾ അവര് അവര് സംസാരിക്കുന്നത് മിണ്ടാതെ നിന്ന് കേൾക്കുക, അവരെന്തൊക്കെയാ പറയുന്നത്. ഒന്നെങ്കിൽ പേനെടുത്ത് ബുക്ക് എടുത്ത് നോട്ട് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ പല തവണ അവരുടെ കൂടെ പോവുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, നിങ്ങൾ സംസാരിച്ചു തുടങ്ങുക. ആദ്യം തെറ്റായിരിക്കും പറയുന്നത്, മണ്ടത്തരായിരിക്കും പറയുന്നത്. പക്ഷെ അത് പറഞ്ഞ് ചെയ്ത് നമുക്കറിയാം, സന്തോഷ് നായർ സാറിന്റെ ഒരു ട്രെയിനിങ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, വെളുപ്പിന് എഴുന്നേക്കാൻ എനിക്ക് ഇഷ്ടമില്ല, പക്ഷേ അലാറം വെച്ച് എഴുന്നേറ്റ് ഞാൻ അതിനെ ശീലിപ്പിച്ചു. ബുക്ക് വായിക്കാൻ എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ എങ്ങനെ ബുക്ക് മേടിച്ച് വെച്ച് ഉറങ്ങി, വീണ്ടും എഴുന്നേറ്റ്, വീണ്ടും ഉറങ്ങി, വീണ്ടും എഴുന്നേറ്റ്, ഇങ്ങനെ വായിച്ച് എനിക്കത് ശീലമായി. സൂം മീറ്റിംഗ് കേൾക്കുന്നതേ എനിക്ക് ഇഷ്ടമില്ല, പക്ഷേ സൂം മീറ്റിംഗിൽ പങ്കെടുത്ത് സൂം മീറ്റിംഗ് കേൾക്കുന്നത് എനിക്ക് ശീലമായി. വേണോ വേണ്ടയോ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യൂ, അല്ലേ? ഇവിടുന്ന് എന്താ, നമ്മള് സ്റ്റാർ പ്ലാറ്റിനം വരെ കണ്ടു, അവിടുന്ന് പേളും സ്റ്റാർ പേളും കഴിഞ്ഞ് ഇനി എംബ്രാൻഡിലോട്ട് പോകണം, സ്വപ്നങ്ങൾ കൂട്ടണം, വരുമാനം കൂടി ഓരോ ലെവലും മുമ്പോട്ട് പോകുന്നവരും വരുമാനത്തിന് വർധനം ഉണ്ടാകുന്നുണ്ട്. ഡ്രീംസ് ഫോളോ ബൈ ആക്ഷൻ ബിക്കം ട്രൂ. അപ്പൊ സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, എന്ത് വേണം? നമ്മള് ആക്ഷൻ വേണം. രണ്ട് ചെടിയുണ്ട്, ഒരു ചെടി ആ ചെടിക്ക് നമ്മൾ ചെറിയ ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിക്കണം, വളം കൊടുക്കണം. പക്ഷെ വലുതായി കഴിഞ്ഞാലോ, നമ്മൾ ആരും അങ്ങോട്ട് നോക്കാറില്ല. അതിന്റെ വേരുകൾ ആഴത്തിൽ താഴോട്ട് പോയി അതിന് വേണ്ട വെള്ളവും വളവും അത് വലിച്ചെടുത്ത് അതൊരു വടവൃക്ഷമായി മാറി ആയിരക്കണക്കിന് ആൾക്കാർ തണലേറുന്ന, അവർക്ക് നല്ല വരുമാനം മേടിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ബിനു സാറിനെ പോലെയുള്ള മഹാനായ ലീഡേഴ്സായി നമുക്കും മാറാം. തുടക്കത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കണം. വെള്ളമൊഴിച്ചു മാത്രം വളർത്തി ഒരു ചെടിയും ഇന്നേ വരെ വൻവൃക്ഷമായിട്ടില്ല. സ്വന്തം വേരുകൾ കൊണ്ട് വെള്ളവും വളവും കണ്ടെത്തിയവർ മാത്രമേ വലിയ വൃക്ഷമായിട്ടുള്ളൂ. സ്വന്തം വിജയത്തിന് സ്വന്തം പ്രയത്നം അത്യാവശ്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. 2016 ജൂലൈ മാസം 27-ാം തീയതി എനിക്ക് RCM തന്ന ഫാമിലിയാണിത്. ഞാൻ കാണിച്ച ഇൻകം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അത് ഓരോരുത്തരുടെ ബിസിനസ് രീതി അനുസരിച്ച് മാറ്റമുണ്ടാവും. മോളി മാഡം എനിക്ക് RCM തന്നു. എന്നോട് ആരും പറഞ്ഞില്ല ഡിസ്പ്ലേ വാൾ തുടങ്ങാൻ. അന്ന് ഡിസ്പ്ലേ വാൾ എന്നൊരു കൺസെപ്റ്റ് RCM ഇല്ല. പ്രൊഡക്റ്റ് കോർണർ അല്ലെങ്കിൽ മാജിക് കോർണർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാ. 2600 രൂപയുടെ റാക്ക് മേടിച്ചു. RCMന്റെ അന്നത്തെ ഫോട്ടോ ആയത്. അന്നത്തെ ആട്ടോയുടെ ഫോട്ടോ ഉണ്ടോ? അന്നത്തെ മഞ്ഞളിന്റെ ഫോട്ടോ ഉണ്ടോ? അന്നത്തെ ചായപ്പൊടിയുടെ ഫോട്ടോ ഉണ്ടോ? അന്നത്തെ മല്ലിയുടെ ഫോട്ടോ ഉണ്ടോ? ഉപ്പിന്റെ ഫോട്ടോ ഉണ്ടോ? ഒക്ടോബർ 2014 എന്റെ വീട്ടില് ഞാൻ ഇങ്ങനെ ഒരു സംഭവം സ്ഥാപിച്ചു. ആരോടും ചോദിച്ചില്ല, എനിക്ക് ആരോടും അറിയില്ലായിരുന്നു ഇതൊന്നും ചോദിച്ചു ചെയ്യണമെന്ന്. ഇതേ റാക്കിലാണ് ഇന്നും എന്റെ വീട്ടിൽ പ്രൊഡക്റ്റ് ഇരിക്കുന്നത്. എന്റെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് വെക്കണം എന്റെ ലീഡർ മോൾ ചേച്ചി എന്നോട് പറഞ്ഞു. അതിനുവേണ്ടി ഒരു നോട്ടീസ് അടിച്ചു, ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ.
എന്റെ വീട്ടിൽ അയൽവാസികളായ 72ഓളം എന്റെ റെസിഡൻഷ്യൽ അസോസിയേഷനിൽപ്പെട്ട 72ഓളം വീടുകളിൽ കയറി ഇറങ്ങി ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്തു. ഡോക്ടർ രാജൻ സാർ അന്ന് ക്ലാസ് എടുക്കാൻ വന്ന് 62 പേര് വന്നു. ആകെ രണ്ടാൾക്കാർ മാത്രം ജോയിൻ ചെയ്തു. പക്ഷെ നിർത്തിയോ? നിർത്തിയില്ല. നവംബർ 6-ാം തീയതി ഹോം മീറ്റിംഗ് വെച്ചു. നവംബർ 8-ാം തീയതി നോട്ട് നിരോധിച്ചു. നിർത്തിയോ? നിർത്തിയില്ല. പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും. ആദ്യമായി ആർസിഎമ്മിന്റെ വലിയൊരു പ്രോഗ്രാം 2016 നവംബർ 14-ാം തീയതി കോയമ്പത്തൂർ കൊഡീസിയ കൺവെൻഷൻ സെന്ററിൽ ഞാൻ പങ്കെടുത്തു. ഏകദേശം 4000-ഓളം ആൾക്കാർ പങ്കെടുത്ത ഒരു പ്രോഗ്രാം. മഹാനായ TCG ആദ്യമായി സൗത്ത് ഇന്ത്യയിൽ വന്ന പ്രോഗ്രാം. ഇത് TCGയുടെ കൂടെ നിൽക്കുന്ന അന്നത്തെ ഫോട്ടോയുണ്ട്. ഈ ഫോട്ടോയിൽ നിൽക്കുന്ന 3 ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ 3 ആൾക്കാരും ഇന്ന് സ്റ്റാർ പേൾ അച്ചീവേഴ്സാ. അന്നെടുത്ത ഫോട്ടോയാ. എന്താ പറഞ്ഞത്? നിങ്ങൾ നിലനിൽക്കണം, 3 മുതൽ 5 വർഷം വരെ നിലനിൽക്കണം. അന്ന് നിലനിന്ന പലരും ഇന്ന് വലിയ വലിയ ലീഡേഴ്സാ. ഡിസംബർ 19 എന്റെ വീട്ടിൽ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി നോട്ടീസ് ഒട്ടിച്ചു. അന്നേ വരെ ഇല്ലാതിരുന്ന പ്രശ്നങ്ങൾ നമ്മൾ പറയാറില്ലേ, ഒരു പ്രശ്നം വരുമ്പോൾ പ്രശ്നങ്ങളുടെ ഘോഷയാത്ര ഇങ്ങനെ പുറകെ വരുന്നു, ഫേസ് ചെയ്യാൻ തുടങ്ങി. എവിടുന്നാണ് ഈ പ്രശ്നങ്ങൾ വരുന്നതെന്ന് എനിക്കറിയില്ല. വണ്ടി വിളിച്ചാ വരുന്നത്. പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു. വെറുതെ ഇരുന്നില്ല. എനിക്ക് ഒരു പൾസർ ബൈക്കായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്റെ ടീമിൽപ്പെട്ട അസോസിയേറ്റ് രാജിത ബാബു, ടെക്നിക്കൽ അച്ചീവർ രാജീവ് മേഡത്തിന്റെ ആക്റ്റീവ അന്നെടുത്തു. നിങ്ങൾക്ക് നോക്കൂ, ഫ്രണ്ടിൽ 2 ബോക്സ്, ബാക്കിൽ 1 ബോക്സ് കെട്ടിവെച്ചിട്ടുണ്ട്. ഒരു ബാഗ് ഉണ്ട്, ആ ബാഗിനകത്തും പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു ബോർഡ് ഉണ്ട്. ഇങ്ങനെ പോയി വീടാന്തരം കയറി ഇറങ്ങിയ ആൾക്കാരെ കണ്ടു. ഒരുപക്ഷെ ഈ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല, പട്ടിണിയായിരിക്കും. പക്ഷെ പുറത്തിറങ്ങുമ്പോ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പോകണം, ചിരിക്കണം, കോൺഫിഡൻസ് മുഖത്തുണ്ടാവണം. നമ്മൾ പോയി ആൾക്കാരെ കണ്ടു. 2017 ഏപ്രിൽ മാസം എന്റെ ടീമിൽ ആദ്യത്തെ സബ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. അലീഷ്യ ബുട്ടീക്ക് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഡോക്ടർ ശ്രീലാൽ, അദ്ദേഹത്തിന്റെ വൈഫ് ആശ മാഡം, അതിൽ കുറച്ച് സ്പേസിൽ 30,000 രൂപയുടെ വെച്ച് ഇങ്ങനെ ഒരു സബ് സെന്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 2017 ഏപ്രിൽ 15-ാം തീയതി ആദ്യമായിട്ട് ഡയമണ്ടിനെ കാണുന്ന ചാലക്കുടി SN ഓഡിറ്റോറിയം. ആ പ്രോഗ്രാം ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തു. തീരുമാനിച്ചു എനിക്കും ഡയമണ്ട് ആവണം. 2017 എന്താ പറയണ്ടേ, ജൂൺ മാസം നൂട്ടി ഷാജിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ബോംബെയിൽ ഉണ്ടായിരുന്നു. ഡോക്ടർ രാജൻ സാർ ചോദിച്ചു, വരുന്നോ എന്റെ കൂടെ? ഞാൻ പറഞ്ഞു, സാർ ആഗ്രഹമുണ്ട്, ഞാൻ എങ്ങനെ വരും? എന്നോട് വീണ്ടും ചോദിച്ചു, നീ എന്റെ കൂടെ വരുന്നോ? ഞാൻ പറഞ്ഞു, യെസ് സാർ. പോയി ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. ആർസിഎമ്മിന്റെ വലിപ്പം മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിർത്താൻ തോന്നിയില്ല. ഇത് മഴവിൽ മനോരമ ന്യൂസ് ചാനലിൽ നടന്ന സംവാദ ചർച്ചകളൊക്കെ നടക്കില്ലേ, അതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ചർച്ചയ്ക്ക് ഹരിത സഞ്ജീവനിയുടെ കമ്പനി ഫാക്ടറി വിസിറ്റ് ചെയ്തു നാസിക്കില് 2017 നവംബർ മാസം. കേരളത്തിൽ നിന്ന് എത്ര പേര് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പോയി. കാരണം ഈ കമ്പനി എന്താണെന്നും അവിടുത്തെ പ്രൊഡക്റ്റ് എന്താണെന്നും അവിടുത്തെ സിസ്റ്റം എന്താണെന്നും എനിക്ക് മനസ്സിലാക്കണമായിരുന്നു. ഞാൻ പോയി കണ്ടു. 2017 ഡിസംബർ 9-ാം തീയതി എന്റെ ടീമിൽ ആദ്യത്തെ ഷോപ്പ് അലീഷ്യ വണ്ടർ വേൾഡ് ക്വിക്ക് ഉദ്ഘാടനം ചെയ്തു. ഇന്നും ഏറ്റവും മനോഹരമായ രീതിയിൽ പ്രൊഡക്റ്റിന്റെ സ്റ്റോക്കോടുകൂടി നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഈ ഷോപ്പ് എടപ്പള്ളി HDFC ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ്, എടപ്പള്ളി പള്ളിയുടെ അടുത്ത് HDFC ബാങ്കിന്റെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ സ്ഥാപനം ഇന്നും. അന്ന് കുന്നുംപുറത്തായിരുന്നു. ആ ഹൈവേ പണിയാൻ വേണ്ടി ആ ബിൽഡിംഗ് എടുത്ത് മാറ്റിയത് കൊണ്ടാണ് ഈ സ്ഥലം മാറ്റേണ്ടി വന്നത്. ഇന്നും മനോഹരമായിട്ട് ഈ ഷോപ്പ് അവിടെ റൺ ചെയ്യുന്നു. നിർത്തിയില്ല. ജങ്കാറാണ് ഇപ്പുറത്ത് ഒരു വെള്ളം കാണുന്നത്. ജങ്കാറിൽ കയറി പോകുന്ന ഐലൻഡുകളിലോട്ടൊക്കെ നമ്മളിങ്ങനെ പ്രൊഡക്റ്റ് ഇങ്ങനെ വെച്ച് പോകാൻ തുടങ്ങി. വെറുതെ ഒരു സുപ്രഭാതത്തിലോട്ട് ഇങ്ങനെ കയറി വന്ന സ്റ്റാർ പേളൊന്നും ആയതൊന്നുമില്ല. നല്ലതുപോലെ അധ്വാനിച്ചിട്ട് തന്നെയാ. 2018
2018 ഏപ്രിൽ മാസത്തിൽ 22 ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. എന്റെ കൂടെ നിൽക്കുന്ന ഡോക്ടർ ആനന്ദ് സാറ്, അർജുൻ സാറ്, എമറാൾഡ് നന്ദൻ സാറ്, ബിജു സനൽ മാഡം, സുരേന്ദ്രൻ സാറ്, ധാരാളം ലീഡേഴ്സ് പങ്കെടുത്തു. ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുത്തു. ഞാൻ ആദ്യമായിട്ട് ബോഡി സ്കാനർ മേടിച്ച എന്റെ ഫോട്ടോ വരെ എന്റെ കയ്യിലുണ്ട്. ബോഡി സ്കാനർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കൂടെ നിൽക്കുന്നത് ഡോക്ടർ ശ്രീലാൽ, ആശ മാഡം, ടെക്നിക്കൽ ചിവർ രാജി മാഡത്തിന്റെ മകൻ അജിത്. ഇന്ന് ആർസിമിലെ അന്ന് സ്റ്റുഡന്റാ, ഇന്ന് ആർസിമിലെ ഒരു എന്താ ഡിഗ്രിക്ക് പഠിക്കുന്നു. അതോടൊപ്പം എന്താ ID ഒക്കെ എടുത്ത് ആക്റ്റീവായിട്ട് ആർസിം ചെയ്തുകൊണ്ടിരിക്കുക. വിവിധ ഷോർട്ട് ഫിലിമിലും TV ഷോസും സിനിമയിലും അടക്കം അഭിനയിച്ചു. ഈ ചെങ്കൊടി എന്ന് പറയുന്ന സിനിമ അനൗൺസ് ചെയ്തു. മെയിൻ വില്ലനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ പല കാരണങ്ങളാൽ ആ പ്രൊജക്ട് പിന്നീട് നടന്നില്ല. ധാരാളം സുഹൃത്തുക്കള് മോഡലിംഗിന്റെ പല വേഷങ്ങൾ കെട്ടി, എത്രയോ സുഹൃത്തുക്കള്, വലിയ വലിയ ആൾക്കാരുമായിട്ട് പരിചയം, ഇഷ്ടം പോലെ ഷൂട്ടിങ്, എത്ര വർക്ക് ചെയ്തു എന്നറിയോ? എന്തൊക്കെ പണികൾ ചെയ്തു എന്നറിയോ? ഇതൊന്നും വെറുതെ അല്ല. ഇതെല്ലാം വിട്ടിട്ട് ഞാൻ ഇന്ന് ആർസിഎമ്മിൽ സജീവമായിട്ടുണ്ടെങ്കിൽ ആർസിഎം തരുന്ന സൗഭാഗ്യം വെറുതെയല്ല, ചില്ലറയല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. 2018 ഓഗസ്റ്റ് മാസം വെള്ളം കയറി. അന്ന് ആരോ എടുത്തൊരു ഫോട്ടോ, ഞാനായിരിക്കുന്നേ. അന്ന് നമ്മളൊരു ജീവിതത്തിലൊരു നല്ലത് വന്ന് നമ്മളിങ്ങനെ രക്ഷപ്പെടാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് സകലതും ഇല്ലാണ്ടാക്കിക്കൊണ്ട് വെള്ളപ്പൊക്കം വന്നു. എന്റെ വീട്ടിൽ നിന്ന് നശിച്ചുപോയ സാധനങ്ങളുടെ കൂമ്പാരത്തിനടുക്ക് ഇരിക്കുന്ന ഒരു ഫോട്ടോ. ഇവിടെ വന്നപ്പോഴും നമ്മൾ പ്രതീക്ഷ കൈവിട്ടില്ല. എന്റെ വീട് ആ വെള്ളപ്പൊക്കത്തിൽ കിടന്ന വീട് ഇതാ കാണിക്കുന്നത്. പ്രതീക്ഷ കൈവിട്ടില്ല. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റുകളൊക്കെ കിടക്കുന്ന പലതും നിങ്ങൾക്ക് കാണാം. അങ്ങനെ ആർസിഎം ചെയ്ത് മുന്നോട്ട് വന്നു. വീണ്ടും നിർത്തിയില്ല. പക്ഷെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അതിനു മുമ്പ് ഇല്ലാന്നല്ല പറയുന്നത്, ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇത് വന്നപ്പം ഇത് ക്രൂഷ്യലായി. കാരണം ഒന്നാമതെ ഉണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ നശിച്ചു. എല്ലാം ഒന്നിൽ നിന്നും തുടങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഒരു ജോലി ഒക്കെ ചെയ്തേക്കാമെന്നും പറഞ്ഞ് ഒരു ജോലി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് അതിനു മുൻപ് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കറുകുട്ടിയിലെ ഹോളിലോട്ട് പോയി. അവിടെ അന്ന് ക്ലാസ് എടുക്കാൻ വന്നത് മഹാനായ ഡയറക്ട് സെല്ലിംഗിൽ ഡോക്ടറേറ്റ് കിട്ടിയ നമ്മുടെയൊക്കെ ഗ്രേറ്റ് അപ്ലയൻ സുരേന്ദ്രവട്ട് സാർ. ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ: 1 കംഫർട്ട് സോൺ, 2 സ്ട്രെച്ച് സോൺ, 3 പാനിക് സോൺ, 4 സക്സസ് അൺലിമിറ്റഡ്. അന്ന് ആ ക്ലാസ് എടുത്തത് എനിക്ക് വേണ്ടിയാന്ന് എനിക്ക് തോന്നി. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു: ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആർസിഎം മാത്രമായിരിക്കും, മറ്റൊരു പരിപാടിക്ക് ഞാൻ പോവില്ല എന്ന് തീരുമാനിച്ചു. ബിനുസാർ തുടക്കത്തിൽ പറഞ്ഞു, ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത തീരുമാനമെടുത്തതാണ് നോബിൾ എന്ന് പറഞ്ഞു തുടക്കത്തില്. ഈ ഒരു പ്രോഗ്രാമിലാണ് ഞാൻ എന്റെ വിഷൻ ക്ലിയർ ആക്കിയത്. ഡയമണ്ടിന്റെ പ്രോഗ്രാം. അതാണ് ഞാൻ പറഞ്ഞത്, ഒക്ടോബർ 27-ാം തീയതി രാജഗിരിയിൽ സുരേന്ദ്ര വട്സാന്റെ മകൻ വിശാൽ വട്സ് വരുന്നുണ്ട്. നിങ്ങൾ പോകണം, നിങ്ങളുടെ മക്കളെയും കൂട്ടി പോകണം, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. ഇങ്ങനെ ഒരു പ്രോഗ്രാമിലാണ് മാറി ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അവിടുന്ന് തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ അങ്ങോട്ട് പ്രവർത്തനം നമ്മൾ തുടങ്ങി. വെറുതെ ഇരുന്നില്ല. 2019 ജാനുവരി 19 മഹാനാട് TCG ആദ്യമായിട്ട് കേരളത്തിൽ വന്നു. ആ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി: ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന് പരിഹാരമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി ഞാൻ മുന്നോട്ട് പോയി. താഴ്ന്നു കൊടുക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് മനസ്സിലായി. ഒരാള് പോലും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചു. അങ്ങനെ നമ്മൾ പഠിച്ചു ചെയ്തപ്പോ വീട്ടിൽ നിന്ന് പറയും, നോബിളെ നീയാടാ ബെസ്റ്റ്.
നീ ഇന്ന് ചെയ്തത് സൂപ്പർ ആയിടാ നോബിളെ. ആരും ഒരു പക്ഷെ നമ്മളോട് പറയില്ല, പക്ഷെ സ്വയം പറയാൻ പഠിച്ചു. രണ്ടായിരത്തി 19 മാർച്ച് മാസം ഞാൻ മൂർത്തി സാറിനോട് ചോദിച്ചപ്പോൾ മൂർത്തി സാർ എന്റെ കൂടെ ഗുജറാത്തിൽ വന്നു. ഇത് ഗുജറാത്തിലെ ജയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അഹമ്മദാബാദിൽ നിന്ന് 350 കിലോമീറ്റർ ദൂരെ, രാജ്കോട്ടിൽ നിന്ന് 130 കിലോമീറ്റർ ദൂരെ ജയ്പൂർ എന്ന് പറയുന്ന ഒരു വില്ലേജിൽ, ഒരു ചെറിയ പട്ടണമാണ്. അവിടെ എന്റെ കൂടെ മൂർത്തി സാർ വന്നു. അന്ന് മൂർത്തി സാറിന് കൊടുത്ത് സ്വീകരിക്കുന്ന ഫോട്ടോയാണിത്. അതേ മാസം 31 ഞാൻ RCMൽ സ്റ്റാർ എന്ന പദവി അച്ചീവ് ചെയ്തു. 2019 ജൂലൈ മാസം 20 ഇന്നത്തെ സ്റ്റാർ ഡയമണ്ട് രവി OP ശർമ്മ സാറ് കേരളത്തിൽ വന്നു. ഈ നിൽക്കുന്ന ഫോട്ടോയിൽ ബിനു സാറുണ്ട്. ബിനു സാറിന്റെ കാറയിൽ കൈ തൊട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ അത്. ബിനു സാർ, മൂർത്തി സാറൊക്കെ ടാറ്റ ഹാരിയർ മേടിച്ച ദിവസം മണർകാട് പള്ളിയുടെ ഹോളിൽ വെച്ച് നടന്ന പ്രോഗ്രാം. 2019 സെപ്റ്റംബർ മാസം 13 ഹോം മീറ്റിംഗ് പോകാൻ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാണ്ട് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇഷ്ടം പോലെ പ്രതിസന്ധികൾ വന്നു, പക്ഷേ വിട്ടുകൊടുത്തില്ല. 2022 മാർച്ച് 20 ലോക്ക്ഡൌൺ വന്നു. ആ മാസം 31 ഞാൻ സ്റ്റാർ ഗോൾഡായി. അതേ ജൂലൈ മാസം 31 ഞാൻ സ്റ്റാർ പ്ലാറ്റിനം പദവി അച്ചീവ് ചെയ്തു. ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസ്പ്ലേ വാൾ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് എനിക്കായിരിക്കും. 2020 ഓഗസ്റ്റ് 1 കമ്പനി ഡിസ്പ്ലേ വാള് എന്ന പുതിയ സിസ്റ്റം കൊണ്ടുവരുന്നു. അന്ന് തന്നെ രജിസ്റ്റർ ചെയ്തു. എന്റെ വീട്ടിൽ ഞാൻ പ്രൊഡക്റ്റ് മേടിച്ചു. എന്റെ വീട്ടിൽ ഇന്നത്തെ ടെക്നിക്കൽ ചീഫ് രാജിത മാഡം, അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ശരത്തിന്റെ ഫോട്ടോ ആണത്. രാജി മാഡം പറഞ്ഞു, സാറേ എന്റെ വീട്ടിൽ ഇത് ഉദ്ഘാടനം ചെയ്യണം. അന്ന് വലിയ ഫംഗ്ഷൻ ആയിട്ട്, കോവിഡ് സമയം കൂടെയാണ്. പോയി 6-7 പേരുണ്ടായിരുന്നു മീറ്റിങ്ങിൽ. അന്ന് ആദ്യത്തെ ഡിസ്പ്ലേ വാൾ ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്, കാരണം വേറെ ആരും ചെയ്തിട്ടില്ല. മൂർത്തി സാറ് പറയാറുണ്ട്, എല്ലാവരും ചെയ്യുമെങ്കിൽ ഞാനും ചെയ്യും, ആരും ചെയ്തില്ലെങ്കിൽ ഞാൻ ആദ്യം ചെയ്യും. ഇത് വെറുതെ പറയുന്നതല്ല പ്രിയമുള്ളവര്, വെറുതെ പറയുന്നതല്ല, ചെയ്ത കാര്യങ്ങളാ. 2020 ഒക്ടോബർ മാസം 29 ഡയമണ്ട് ട്രെയിനിങ് അക്കാഡമി എന്ന് പറയുന്ന ഒരു സൂം മീറ്റിംഗിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ടെക്നിക്കൽ ചിവറായ ആളാണ് ഞാൻ. ആ പ്രോഗ്രാം എടപ്പള്ളിയിൽ അരീഷ ഷോപ്പിൽ വെച്ച് ഞാൻ പ്രോഗ്രാം വെൽക്കം പറഞ്ഞ് വീട്ടിൽ വന്ന് അതിന്റെ ക്ലോസിങ്ങിന് വേണ്ടി കയറുമ്പോ ഞാൻ വെൽക്കം പറഞ്ഞത് സ്റ്റാർ പ്ലാറ്റിനം ആയിട്ടാണെങ്കിൽ അത് ക്ലോസ് ചെയ്തത് പേളച്ചിവറായിട്ടാണ്. 2021 മാർച്ച് മാസം 31 സ്റ്റാർ പേൾ എന്ന് പറയുന്ന പൊസിഷനെത്തി. ലക്ഷ്യബോധമുള്ളവൻ വഴിയോര കാഴ്ചകൾ മയങ്ങിപ്പോവുകയില്ല എന്ന് ഞാൻ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു 1.5 മാസം മുമ്പത്തെ ഫോട്ടോ, അല്ലെ 2 മാസം മുമ്പത്തെ ഫോട്ടോ ഇപ്പോഴും ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കാൻ, ആൾക്കാരെ കാണാൻ, ഫീൽഡ് വർക്ക് ചെയ്യാൻ, വലിയ വലിയ മീറ്റിംഗിൽ സംസാരിക്കാൻ, ഹോം മീറ്റിംഗിൽ സംസാരിക്കാൻ, ഒരാളോട് സംസാരിക്കാൻ പോകുന്ന ആളാണ് ഞാൻ. വെറുതെ ഇരിക്കാറില്ല, വെറുതെ സമയം കളയാറില്ല. പിന്നെ കളിയല്ല RCM അന്തസ്സോടുകൂടി, അഭിമാനത്തോടുകൂടി ആൾക്കാർക്ക് കൊടുക്കേണ്ടതാണ്. മഴ പെയ്യുന്ന സമയത്ത് റെയിൻകോട്ട് ഇട്ട് RCMന്റെ പ്രൊഡക്റ്റുകൾ നനയാതെ കവർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ഇതിന് കിട്ടുന്ന ഒരു അഭിമാനമുണ്ടല്ലോ. അതിനുശേഷം 7 വരുന്ന വരുമാനം നമ്മൾ മേടിക്കുമുണ്ടല്ലോ, ഒരു എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഫീൽ ചെയ്യണം, അനുഭവിക്കണം. ഈ ഓഡിറ്റോറിയത്തിലാണ് ഇതേപോലെ ഇരുന്ന് നമുക്ക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം. ഒക്ടോബർ 27 നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ ലീഡേഴ്സിനോട് പറഞ്ഞ് ബുക്ക് ചെയ്യണം. ആകെ 2500 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അതേ ഹാളില്. ഇത് 2022 ഓഗസ്റ്റ് 21 ഇന്ത്യയിലെ ആദ്യത്തെ കീസോളിന്റെ പ്രോഗ്രാം നമ്മൾ ചെയ്തതിന്റെ ഫോട്ടോ ആയത്. അത് ചെയ്തത് മനോഹരമായി കോർഡിനേറ്റ് ചെയ്തതിന് കമ്പനിയിൽ നിന്ന് കിട്ടിയ അംഗീകാരം എന്റെ ഫോട്ടോയത്. 2023 കമ്പനി ബോണസ് അനൗൺസ് ചെയ്തു, മന്ത്ലി ബോണസും ആനുവൽ ബോണസും. അന്ന് മുതൽ 1 മാസം പോലും മുടങ്ങാതെ എല്ലാ മാസവും മന്ത്ലി ബോണസും ആനുവൽ ബോണസും മേടിക്കുന്ന ആളാണ് ഞാൻ.
അതുകൊണ്ടാണ് പറയുന്നത്, പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകിയത്രേ മനുഷ്യനെ പാരിൽ അയച്ചതീശൻ. പ്രിയമുള്ളവരെ, വെറുതെ സമയം കളയരുത്, വെറുതെ സമയം കളയരുത്. ഇനി ഒരു ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് ഈ ക്ലാസ് നമുക്ക് നിർത്താം. സെപ്റ്റംബർ 30 2024, ഈ മാസം 30 ആവാൻ ഇനി 9 ദിവസമുണ്ട്. ഇനി 216 മണിക്കൂർ നിങ്ങളുടെ മുൻപിലുണ്ട്. എന്താണ് നിങ്ങളുടെ ടാർഗറ്റ്? നിങ്ങൾ ഏത് ലെവലാണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്? ഇന്നുറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ലീഡേഴ്സിനെ വിളിച്ച് സംസാരിക്കാതെ നിങ്ങൾ ഒരാളും കിടന്നുറങ്ങരുത്. ഒരുപക്ഷെ നിങ്ങളുടെ ലീഡേഴ്സ് ഈ പ്രോഗ്രാമിൽ കയറിയിട്ടുണ്ടാവില്ല. അവരെ വിളിച്ചുണർത്തി പറയണം, എന്റെ സാറേ, എനിക്കാവണം, എനിക്ക് സ്റ്റേജിൽ കയറണം, എനിക്ക് എന്താ പറയുക, വിജയിക്കണം, എന്റെ ജീവിതത്തിൽ എനിക്ക് വിജയിക്കണമെന്ന് നിങ്ങൾ വിളിച്ചു പറയുക. നിങ്ങൾ ഉറച്ച തീരുമാനമെടുക്കുക. തീരുമാനം വേറൊരാൾക്കും കൊടുക്കരുത് എന്നുള്ളൊരു ഒറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. തീരുമാനം ഉറച്ചതായിരിക്കണം, തീരുമാനം സ്വയം എടുക്കണം. അങ്ങനെ വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ആർസിഎം വലിയൊരു അവസരം ചെറുതാക്കി കാണരുത്. കുട്ടിക്കളിയല്ല, സീരിയസ് ആയിട്ട് ചെയ്യണം. പ്രൊഫഷനാണ്, അതിൽ ഏറ്റവും നല്ല പ്രൊഫഷണൽ ആയിട്ട് മാറാൻ ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് 449 പേർക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെപ്റ്റംബർ മാസം ഒരു അടിപൊളി ബിസിനസ് ക്ലോസിംഗ് ഉണ്ടാവട്ടെ. ഇനി വരും മാസങ്ങളിൽ നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാവട്ടെ. ഈ ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. താങ്ക് യു ലീഡേഴ്സ്. താങ്ക് യു ബിനു സാർ. താങ്ക് യു.